ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പ്രതികരണവുമായി നടൻ ഷൈൻ ടോം ചാക്കോ. പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തി തന്റെ സുഹൃത്തോ സഹപ്രവർത്തകനോ ആണെങ്കിൽ രണ്ടുപേർക്കൊപ്പവും തനിക്ക് നിൽക്കേണ്ടി വരുമെന്ന് നടൻ പറഞ്ഞിട്ടുണ്ട്. പുതിയതായി സിനിമയിലേക്ക് വരുന്ന പെൺകുട്ടിയെ ആരും പിടിച്ചുവെച്ച് ഒന്നും ചെയ്തില്ലെന്നും ഷൈൻ ടോം ചാക്കോ പറഞ്ഞിട്ടുണ്ട്. പീഡിപ്പിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു സ്ത്രീ പറയുമ്പോഴാണല്ലോ പീഡനത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. അങ്ങനെയൊരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ. അപ്പോൾ തന്നെ ആ സ്ത്രീ കാരണം നോക്കി കൊടുത്താൽ തീരാവുന്നതല്ലേ ഉള്ളൂ പ്രശ്നം. പുതിയതായി വരുന്ന പെൺകുട്ടിയെ ആരും ഇവിടെ പിടിച്ചുവെച്ച് ഒന്നും ചെയ്യില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ വൈകിയതിന് സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കേണ്ടെന്ന് മന്ത്രി സജി ചെറിയാനും പറഞ്ഞു. താൻ മന്ത്രിയായി 3.5 വർഷത്തിനിടയ്ക്ക് ഒരു നടിയുടെയും പരാതി കിട്ടിയിട്ടില്ല. WCC പോലെയുള്ള സംഘടനകൾ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2 മാസത്തിനകം സിനിമ കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സിനിമ സീരിയൽ മേഖലയിലെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും കോൺക്ലേവിൽ വിശദമായി ചർച്ച ചെയ്യും. സിനിമയിലെ എല്ലാ മേഖലയിലെ പ്രതിനിധികളെയും കോൺക്ലേവിൽ കൊണ്ടുവരുമെന്നും മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം വായിച്ചിട്ടില്ല. ശുപാർശ മാത്രമാണ് കണ്ടത്. റിപ്പോർട്ട് കയ്യിൽ കിട്ടിയാൽ വായിക്കാം. പുറത്തുവിടാത്ത ഭാഗം വായിച്ചിട്ടില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. വിവരാവകാശ കമ്മീഷനാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് പറഞ്ഞത്. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിൽ ഒരു വിട്ടുവീഴ്ചയും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഉണ്ടാവില്ല. ഈ കാര്യത്തിൽ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കും. സിനിമാ മേഖലയിൽ വലിയ ഇടപെടലാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് സർക്കാർ കമ്മിറ്റിയെ നിയോഗിച്ചത്. പരാതിയുള്ളവർക്ക് നൽകാവുന്നതാണ്. എല്ലാ മേഖലയിലും പ്രബല വിഭാഗമുണ്ട്. അവർക്കെതിരെ നിർഭയമായി പരാതി നൽകാം. നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2 മാസത്തിനുള്ളിൽ സിനിമാ കോൺക്ലേവ് നടത്തുമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിശദാംശങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അനുവാദമില്ലാതെ നടിയുടെ നഗ്നത ഷൂട്ട് ചെയ്തു. സ്ത്രീകൾ നേരിടുന്നത് വലിയ ലൈംഗിക ചൂഷണമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പല സ്ഥലത്തും ഇത്തരത്തിൽ ടോയ്ലറ്റ് പോലുമില്ലാതെ വെള്ളം കുടിക്കാനാകാത്ത സ്ഥിതിയുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയും ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2:30 കൂടിയാണ് പുറത്തുവിട്ടത്. അതേസമയം സ്വകാര്യത മാനിച്ച് പല വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. പേരോ വിവരമോ ഒന്നും തന്നെ പുറത്തുവിട്ടില്ല. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി സിനിമാ മേഖലയിലും ചർച്ച കൊഴുക്കുകയാണ്. സിനിമ ഷൂട്ടിങ്ങിലേക്ക് നടിമാർ എത്തുന്നത് മാതാപിതാക്കളെ കൊണ്ടാണ്. അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുമെന്ന ഒരു ഭീതി അവർക്കുണ്ട്. മാത്രമല്ല പല സ്ഥലത്തും ഇത്തരത്തിൽ റൂമുകളിൽ വാതിലിൽ മുട്ടുന്ന അവസരം വരെ ഉണ്ടായിട്ടുണ്ട്.